എന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മാധവൻ്റെയും സരിത ബിർജയുടെയും റിയൽ ലവ് സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് കേട്ടാലാ? സംഭവം മാധവൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു കമ്മ്യൂണിക്കേഷൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനറായിരുന്നു. എന്ന് വെച്ചാൽ ആൾക്കാരെ പൊതു സ്ഥലങ്ങളിൽ സംസാരിക്കാനൊക്കെ പഠിപ്പിക്കുന്ന ഒരാൾ. ആ സമയത്താണ് നമ്മുടെ സരിത ബിർജെ ഈ കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ മാധവൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ മാധവൻ്റെ അടുത്ത് ചെന്ന് കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാധവൻ ഒരു നന്ദി പറയുന്നതിൻ്റെ സൂചകമായിട്ട് ഒരു ഡിന്നറിന് ക്ഷണിക്കുന്നു. അങ്ങനെ മാധവൻ പോകുന്നു. ആ ഡിന്നർ പക്ഷേ ഒരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കമായിരുന്നു. അങ്ങനെ പതിയെ വർഷങ്ങൾ നീണ്ടു നിന്ന റിലേഷൻഷിപ്പ് പതിയെ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുത്ത് പിന്നെ ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെൻ്റായി അവർ പതിയെ കഷ്ടപ്പെട്ട് അതൊരു വലിയ റിലേഷൻഷിപ്പിലോട്ട് പോയി. ആ സമയത്ത് മാധവൻ നടനല്ല, പുള്ളിക്കാരൻ സിനിമയിലോട്ട് വരാൻ വളരെ കഷ്ടപ്പെടുകയാണ്. മോഡലിങ് ചെയ്യുന്നു, TV ഷോസിലൊക്കെ പങ്കെടുക്കുകയാണ്. ആ സമയത്ത് സരിത ബിർജെ മാധവൻ്റെ കൂടെ നിന്ന് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ 1999 ഒരു ചെറിയ ചടങ്ങായിട്ട് അവരുടെ കല്യാണം കഴിയുന്നു. ആ സമയത്ത് മാധവൻ നടനല്ലല്ലോ, പക്ഷെ ഒരൊറ്റ വർഷം കഴിഞ്ഞതും പുള്ളിക്കാരൻ്റെ ജീവിതം തന്നെ മാറുന്നു. അലൈപ്പായുധേ മണിരത്നം സംവിധാനം ചെയ്ത് വൻ സൂപ്പർ ഹിറ്റാവുന്നു. മാധവൻ്റെ കരിയർ തന്നെ മാറുന്നു. സോ ചില പ്രണയങ്ങൾ മൂലം അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ മൂലം നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റം ഉണ്ടാവാം. സോ ഇതാണ് മാധവൻ്റെ ലവ് സ്റ്റോറി. ഇന്നിതാ ദുരന്തറിലെ റോള് വരെ